നമസ്കാരം. ചുറ്റും ഏറെ പേരുണ്ടെങ്കിലും ഏകാന്തത അനുഭവിക്കുന്നവരെ നമ്മുടെ ചുറ്റുപാട് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അവരുടെയൊക്കെ നൊമ്പരങ്ങൾ വളരെ വലുതാണ്. ഇന്ന് മനുഷ്യൻ ഒരു യന്ത്രവൽകൃത സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അവന്റെ ആവശ്യങ്ങൾക്കായി കമ്പ്യൂട്ടറുകളെയും റോബോട്ടുകളെയും ഒക്കെ ആശ്രയിക്കുന്നതായിട്ടുള്ള ഒരു കാലഘട്ടം. നാം തിരിച്ചറിയേണ്ട ഒരു വസ്തുതയുണ്ട്. ഒരു മനുഷ്യന്റെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുവാൻ, അല്ലെങ്കിൽ അവന് ആശ്വാസം നൽകുവാൻ, അവന്റെ വേദനയിൽ അവന് സ്വാന്തനമേകുവാൻ വേറൊരു മനുഷ്യനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. ഇന്ന് നമുക്കറിയാം, സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഏറെ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒത്തിരി ഫ്രണ്ട്സ് ലിസ്റ്റ് നമുക്ക് ഏറെയാണ്. എന്നാൽ നമ്മുടെ ഉള്ളിലെ വിഷമതകൾ പങ്കുവെക്കാൻ പറ്റുന്ന സുഹൃത്തുക്കൾ ഉണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. കൂട്ടുകൂടുവാനും കൂടെ പോരാനും കൂട്ടിരിക്കാനും പങ്കുവെക്കാനും ഒക്കെ ഉപകരിച്ചിരുന്ന സുഹൃത്തുക്കൾ ഇന്ന് ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും കമന്റ് പോസ്റ്റ് ചെയ്യുവാനും ഉള്ള തലത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഹൃദയം തുറക്കത്തക്ക ഒരു സുഹൃത്ത് ഉണ്ടാകുക എന്ന് പറയുമ്പോൾ എനിക്ക് നല്ലൊരു സുഹൃത്തായിരിക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. അത് നമ്മോട് തന്നെ ചോദിക്കണം. സമാനതകൾ ഏറെ ഉണ്ടെങ്കിലും വ്യത്യസ്തങ്ങൾ വിവിധങ്ങളാണ്. അത് മനുഷ്യരിലും മറ്റു വസ്തുക്കളിലും. ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് നാം തിരിച്ചറിയേണ്ടത്, ഈ വ്യത്യാസങ്ങളുടെ അളവ് വളരെ വലുതായിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വ്യത്യസ്തതയിലും നമുക്ക് പരസ്പരം അംഗീകരിക്കുവാനും കരുതുവാനായിട്ട് നമുക്ക് സാധിക്കണം. കുറവും കുറ്റവും ഇല്ലാത്തവരാരും ഇല്ല. എല്ലാവരും പരിപൂർണരല്ല എന്ന് തിരിച്ചറിഞ്ഞു. അഥവാ പരിപൂർണരായ ഒരാളെ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കില്ല. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒരു ഉത്തമ സുഹൃത്തായിരിക്കാനായിട്ട് സാധിക്കുന്നത്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശ്വാസം തന്നെയാണ്. എന്നിൽ ഒരാൾക്കുണ്ടാകുന്ന വിശ്വാസമാണ് ആളെ ഞാനുമായിട്ട് അടുപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. കേൾക്കുവാനുള്ള നല്ലൊരു മനസ്സുണ്ടാകുക എന്നുള്ളത് ഒരു സുഹൃത്തിന്റെ ഏറ്റവും നല്ല ഗുണമാണ്. നമുക്കറിയാം, നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ പോലും നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആളിനെ ഇല്ല, നാം പല സ്ഥലങ്ങളിലും നമ്മുടെ തൊട്ട് അടുത്തുകൂടി പോകുന്ന ആളിനെ പോലും നാം ഗൗനിക്കാതെ പോകുന്നു. ഇല്ലെങ്കിൽ പരസ്പരം നമ്മളെ ഒരു ആശയങ്ങൾ പോലും പങ്കുവെക്കാറില്ല, പരസ്പരം ഒന്ന് പരിചയപ്പെടുവാൻ പോലും ശ്രമിക്കാറില്ല. അതിന് ഇന്നത്തെ കാലത്ത് പല വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്താഗതികളൊക്കെ പങ്കുവെക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ കാലം അങ്ങനെയാണെന്നൊക്കെ പറയുന്നത്. എന്നാൽ നമുക്കൊന്ന് പുഞ്ചിരിക്കുവാൻ സാധിക്കണം. മരുഭൂമിയിലൂടെ ഒരു മനുഷ്യൻ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുകയാണ്. ആ മനുഷ്യൻ ഇങ്ങനെ ഒട്ടകത്തിന്റെ പുറത്ത് പോകുന്നതായ സമയത്ത് വഴിയിൽ കണ്ടതായിട്ടുള്ള ഒരു മനുഷ്യനോട് ചോദിച്ചു, താങ്കൾ ഇങ്ങനെ ഈ മരുഭൂമിയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നുവല്ലോ എന്ന് ചോദിച്ചു. താങ്കൾ കൂടി എന്റെ വാഹനത്തിൽ കയറിക്കൊള്ളുക, ഈ ഒട്ടകപ്പുറത്ത് കയറാൻ പറഞ്ഞ് ഈ മനുഷ്യൻ, അപരിചിതനായിട്ടുള്ള ഈ മനുഷ്യനെ, ഒട്ടകപ്പുറത്ത് പോയതായിട്ടുള്ള മനുഷ്യൻ ആ ഒട്ടകത്തിന്റെ പുറത്ത് കയറി. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ഈ ഒട്ടകത്തിന്റെ പുറത്ത് കയറിയതായിട്ടുള്ള അപരിചിതനായുള്ള വ്യക്തി അതിന്റെ ഉടമയെ തള്ളി താഴെ ഇട്ടിട്ട് ഒട്ടകപ്പുറത്ത് യാത്ര തുടർന്നു എന്നാണ് പറയുന്നത്. ആ സമയത്ത് ഇതിന്റെ ഉടമസ്ഥൻ പറഞ്ഞായിട്ടുള്ളൊരു വാക്യമുണ്ട്, പ്രിയ സ്നേഹിത, എനിക്ക് ഒരു ഒട്ടകമേ നഷ്ടപ്പെടുന്നു. എനിക്ക് വേറെയും ഒട്ടകങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നീ ഒരു കാര്യം തിരിച്ചറിയണം. നീ ഇങ്ങനെ എന്നെ വീഴ്ത്തിയിട്ട് പോകുമ്പോൾ മനുഷ്യർ തമ്മിലുള്ള പരസ്പര ബന്ധമാകുന്നു നഷ്ടപ്പെടുന്നു എന്ന് നീ തിരിച്ചറിയണം. അതെ, നാം തിരിച്ചറിയണം. നമ്മളിലുള്ള വിശ്വാസം,
അത് നമുക്ക് കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മളെ വിശ്വസിച്ച് പറയുന്ന കാര്യങ്ങൾ പോലും അടുത്ത ദിവസം അത് സോഷ്യൽ മീഡിയയിൽ പരക്കുകയാണ്. സ്വകാര്യതയ്ക്ക് ഇടം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അവിടെയാണ് വ്യക്തിബന്ധങ്ങളുടെ തകർച്ച എന്ന് തിരിച്ചറിയാം. നാം നല്ലൊരു സുഹൃത്തായിരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോഴാകുന്നു നമുക്ക് നല്ല സുഹൃത്തിനെ കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നു.